ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെണ്ടക്ക വെച്ചിട്ട് നമുക്ക് സ്നാക്കായിട്ടും അതുപോലെ ചോറിന് സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 6-7 വെണ്ടക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം. വെണ്ടക്ക കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം എടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്കിത് വെണ്ടക്കയുടെ ആ ഒരു 2 സൈഡും ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ കീറിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വണ്ണമുള്ള വെണ്ടക്ക ആയതുകൊണ്ട് ഞാൻ ഇതുപോലെ 4ആയിട്ടാണ് കീറിയെടുക്കുന്നത്. പിന്നെ കുറച്ച് നീളം കുറഞ്ഞിട്ടുള്ള വെണ്ടക്കയാണെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നീളമുള്ള വെണ്ടക്ക ആയതുകൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഒരു വെണ്ടയ്ക്കനെ നമുക്ക് ഇങ്ങനെ 4ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്, ഈ ഒരു വലുപ്പത്തിൽ. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ള ഒരു 7 വെണ്ടയ്ക്കയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടതെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ എരിവ് കൂടിപ്പോവും. ഇനി നമുക്ക് എല്ലാം കൂടി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വെണ്ടയ്ക്കയുടെ അളവിനനുസരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു മസാലയുടെ അളവൊക്കെ. അപ്പോൾ എത്രത്തോളമാണോ വെണ്ടയ്ക്ക എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള മസാല കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മസാലയൊക്കെ വെണ്ടയ്ക്കയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും നമ്മൾ എത്രത്തോളമാണ് വെണ്ടയ്ക്ക എടുക്കുന്നത് അതുപോലെ നമുക്ക് എത്രത്തോളമാണ് മസാല വേണ്ടത് അതിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്താൽ ഈ ഒരു പൊടി ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കും. അപ്പോൾ വെണ്ടയ്ക്കയുടെ എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊടി എല്ലാ ഭാഗത്തും ആയി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഈ ഒരു വെണ്ടയ്ക്കയിൽ മസാല ഒന്ന് ചെറുതായിട്ട് ഒരു കോട്ടിംഗ് ആയിട്ട് കിട്ടണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മസാലയൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കടലപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും കൂടെ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിട്ട് കൊടുത്താൽ എല്ലാം കൂടെ ഒട്ടിപ്പോകും കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ എണ്ണ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. കാരണം ഇട്ട് കൊടുത്ത ഉടനെ ഈ ഒരു മസാല ഇതിൽ നിന്ന് വേറിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ നല്ല ചൂട് വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ മുഴുവനും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കരുത് കേട്ടോ, അപ്പോൾ മസാലയൊക്കെ ഇതിൽ നിന്ന് വേറിട്ട് പോവും. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ തന്നെ വെക്കുക നല്ല ചൂടിൽ, അപ്പോഴുള്ള മസാല ഇതിൽ പിടിക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പാകത്തിന് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കോരിയെടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഈ ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേഗം തന്നെ കോരി മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയുള്ള ചോറിന് സൈഡ് ഡിഷായിട്ടും സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല മൊരിഞ്ഞ വെണ്ടക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്